ഇനി നമുക്ക് ബേക്കറിയിലൊക്കെ കിട്ടുന്ന തേങ്ങാ ബൺ അഥവാ ദിൽകുഷ് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ജലദോഷം ചുമ പിടിച്ചിട്ട് സൗണ്ട് ബോക്സ് ഒന്ന് പണി മുടക്കിയിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. അതിനുവേണ്ടി 1/2 ഗ്ലാസ് പാലിലേക്ക് 1/2 ഗ്ലാസ് വെള്ളമൂടെ ചേർത്തിട്ട് ഒരു ബൗളിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഒരു ഇളം ചൂടുണ്ടായിരിക്കണം. ഇനി അതിലേക്ക് 1/2 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ഇട്ട് കൊടുക്കാം. 1/2 കപ്പ് മൈദ, 1/2 ടീസ്പൂൺ ഉപ്പ്, 1 ടീസ്പൂൺ ഓയിൽ, ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് കുഴച്ച് സോഫ്റ്റ് ആക്കിയിട്ട് എടുക്കാം. ഇനി ഇത് നമുക്ക് 2 മണിക്കൂറൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു. 2 മണിക്കൂർ കൊണ്ട് തന്നെ ഇതിൻ്റെ സൈസ് നന്നായിട്ട് ഡബിളായി കിട്ടും. ഇനി മറ്റൊരു പാനിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുക. ഇനി അതിലേക്ക് നമുക്ക് നട്ട്സ് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ അണ്ടിപ്പരിപ്പും മുന്തിരിയും ബദാമും കൂടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1 കപ്പ് തേങ്ങയും 1/4 കപ്പ് പഞ്ചസാരയും 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം. പഞ്ചസാര എല്ലാം മെൽറ്റായി വരുന്നവരെ നമുക്കിതൊന്ന് വറുത്തിട്ടെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ടൂട്ടി ഫ്രൂട്ടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ മാവെല്ലാം പൊങ്ങി വന്നിട്ടുണ്ട്. ചെറിയൊരു ലൂസിലായിട്ട് വേണം മാവ് കുഴച്ച് വെക്കാൻ, എങ്കിലേ നന്നായിട്ട് പൊങ്ങി വരത്തുള്ളൂ. ഇനി നമുക്കിത് 2ആയിട്ട് മുറിച്ച് കൊടുക്കാം. ഒരു പീസ് വലുതും ഒരു പീസ് കുറച്ച് ചെറുത് എന്ന രീതിയിൽ വേണം മുറിച്ചെടുക്കാനായിട്ട്. ഇനി വലിയ പീസ് നന്നായിട്ടൊന്ന് പരത്തി അതിൻ്റെ സെൻറ്ററിലേക്ക് നമ്മുടെ ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഇനി അതിൻ്റെ സൈഡ് നമുക്ക് ചെറുതായിട്ടൊന്ന് വെള്ളം വെച്ചൊന്ന് നനച്ച് കൊടുക്കാം. ഇനി അതിൻ്റെ മേലേക്ക് ചെറിയ ബോളൂടെ പരത്തി അതിൻ്റെ മേലേക്ക് വെച്ച് സൈഡെല്ലാം നന്നായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഒരു 1/4 ഇഞ്ച് കനത്തിലായിരിക്കണം നമ്മുടെ ഈ മാവ് പരത്തിയെടുക്കേണ്ടത്. ഒരുപാട് നൈസായിട്ട് പരത്തിയെടുക്കരുത്, അല്ലേ ഇത് പൊങ്ങി വരാൻ അത്യാവശ്യം നല്ല കട്ടി ഉണ്ടാവുള്ളൂ. ഇനി നമ്മുടെ ഈ മാവ് വെക്കാൻ പാകത്തിൽ വട്ടത്തിലുള്ളൊരു കുക്കർ എടുത്തിട്ടുണ്ട്. അതിന് താഴെ കുറച്ച് ഓയിൽ ഒഴിച്ച് ഒരു ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കാം. ഇനി ബട്ടർ പേപ്പർ ഇല്ലെങ്കിൽ കുറച്ച് മൈദ പൊടിയിട്ട് നന്നായിട്ടൊന്ന് തട്ടിയിട്ടെടുത്താൽ മതി. ഇനി ഇതിലേക്ക് ചൂടായ കുക്കറിലേക്ക് വേണം ഇത് വെച്ച് കൊടുക്കാനായിട്ട്. ഇനി ഇത് ലോ ഫ്ലെയിമിൽ വിസിൽ മാറ്റിയതിന് ശേഷം 20 മിനിറ്റ് കുക്ക് ചെയ്തിട്ടെടുക്കാം. ഒരു ഫോർക്കോ സ്ക്യൂറോ വെച്ചിട്ടൊന്ന് കുത്തി നോക്കിയിട്ട് നമുക്ക് കുക്കായതിന് ശേഷം ഒരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ മാവ് നന്നായിട്ട് പൊങ്ങി വന്നെങ്കിൽ മാത്രമേ നമ്മളിത് കുക്ക് ചെയ്ത് വരുമ്പോഴും നന്നായിട്ട് പൊങ്ങി വരത്തുള്ളൂ. അപ്പോൾ ഞാൻ നേരത്തെ ഉണ്ടാക്കിയതിൻ്റെ ഒരു ഫോട്ടോ കൂടെ അതിൻ്റെ കൂടെ വെക്കാം. അപ്പോൾ ഇതത്രയും പൊങ്ങി വന്നിട്ടില്ലായിരുന്നു. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുമ്പം മാവ് കുറച്ചുകൂടെ ഒരു ലൂസായിട്ട് വേണം കുഴച്ചെടുക്കാൻ, നല്ല ടൈറ്റിലായിരിക്കരുത്, എങ്കിലേ നന്നായിട്ടത് പൊങ്ങി കിട്ടത്തുള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.